ഹലോ മക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ 4ാമത്തെ പാഠം, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന പാഠമാണ്. മലയാളം മീഡിയത്തിന് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്ന പാഠം. അത്യാവശ്യം എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആവാൻ സാധ്യതയില്ല പല കുട്ടികൾക്കും. ഇതിൽ നിങ്ങൾക്ക് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പല വിദ്യാർത്ഥികൾക്കും പ്രയാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വീഡിയോസായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടാൽ മതി. പരീക്ഷാ ടൈമാണ്, അപ്പോൾ മാക്സിമം നിങ്ങൾ ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഠിക്കുക, ബുക്ക് പഠിക്കുക, നോട്ട് പഠിക്കുക. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലംസൊക്കെ ഞാൻ ഇതിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ സ്പീഡ് അടിച്ചിട്ട് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ, ഈ ചാപ്റ്റർ നമുക്ക് 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഹെഡിങ് പറയുന്ന പോലെ തന്നെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, അങ്ങനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഗ്യാസ് ലോസ്. ഗ്യാസ് ലോസ് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഏകദേശം 3, 5, 7 പേജ് നമ്പർ 74-ലും 75-ലും 7 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഈ 7 പോയിൻറ്റ്സിൽ സാധാരണ എക്സാമിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് ആ പോയിന്റുകൾ പഠിക്കാൻ ഏറ്റവും നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചിത്രം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ചിത്രം, സോളിഡ്, ഗ്യാസ്, ലിക്വിഡ്. ഈ ചിത്രം അറിയുന്നൊരു കുട്ടിക്ക് ആ മോളിക്യൂൾസിനിടയിലെ ഡിസ്റ്റൻസ്, ഒരു തമ്മിലുള്ള അട്രാക്ഷൻ, ഒരു റാൻഡം മോഷനിലാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെയുള്ള ഗ്യാസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഒന്ന്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ ഈസ് വെരി ലെസ്. The distance between gas molecule is very high, and since they are always in random motion, they collide with each other and the walls of the container. It causes the gaseous pressure. ഇനി ഈ കൊളിഷൻ സമയത്ത് എനർജി നഷ്ടമൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഈ കൊളിഷൻ എന്താണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഇലാസ്തിക സ്വഭാവമുള്ള കൊളിഷൻ ആയിരിക്കും. ഈ പോയിന്റ് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ അതിനുശേഷം നമ്മോട് പറയുന്നത് ഗ്യാസുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരെ കുറിച്ചാണ് പറയുന്നത്: വോളിയം, പിന്നെ ടെമ്പറേച്ചർ, പിന്നെ പ്രഷർ. അതിൽ വോളിയത്തിലൊക്കെ സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുത്തു, അതിൽ ഞാൻ ഓക്സിജൻ ഗ്യാസ് ഫിൽ ചെയ്തു. അതേ ഗ്യാസിനെ 2 ലിറ്ററിൻ്റെ മറ്റൊരു കുപ്പിയിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് എവിടെയുള്ളത്? 2 ലിറ്ററിൻ്റെ ബോട്ടിലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ ഓക്സിജൻ മോളിക്യൂളിൻ്റെ, ഗ്യാസ് മോളിക്യൂളിൻ്റെ ആ വാതകങ്ങളുടെ വ്യാപ്തം, വോളിയം എത്രയായിരിക്കും? ഇവിടെ ആയപ്പോൾ അത് 1 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ എന്തായി? 2ലാണ്. കണ്ടെയ്നറിൻ്റെ അല്ലെങ്കിൽ കുപ്പിയുടെ വോളിയം എത്രയാണോ അത് തന്നെയായിരിക്കും ഗ്യാസിൻ്റെയും വോളിയമായിട്ട് വരിക. ആൻസർ 2. ഇനി 5 ആണെങ്കിൽ 5 നമ്മൾ 10ൻ്റെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യാസിൻ്റെ വോളിയം എത്രയായിട്ട് മാറും? 10 ആയിട്ട് മാറും. അപ്പോൾ അതിന് പഠിച്ചു നോക്കുക. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ടെമ്പറേച്ചറിൽ നമുക്ക് കൺവേർഷൻ പഠിക്കണം. ഡിഗ്രി സെൽഷ്യസിൽ തന്നു കഴിഞ്ഞാൽ അതിന് എന്തിലേക്ക് മാറ്റാൻ പറ്റണം? കെൽവിനിലേക്ക് മാറ്റണം. ടെമ്പറേച്ചറിനെ, താപനിലയെ ഒന്നുമില്ല, ഒരു 30 ഡിഗ്രി സെൽഷ്യസ് തന്നു, അതിന് കെൽവിനിലേക്ക് മാറ്റാൻ 30 + 273 എന്ന് ചെയ്താൽ മതി. 303 കെൽവിന് ഉത്തരം കിട്ടും. ഇനി പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഒരു ചെറിയൊരു യൂണിറ്റുകളുടെ റിലേഷൻ തന്നിട്ടുണ്ട്. 1 ATM. ATM എന്നൊക്കെ പറഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. 1 ATM എന്ന് പറഞ്ഞാൽ എത്ര പാസ്കലാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതൊന്ന് വായിച്ച് പഠിച്ചു വെക്കണം. 1.01325 × 10⁵ പാസ്കൽ. അതാണ് അവിടെ പഠിക്കാനുള്ള കാര്യം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരിട്ട് എങ്ങോട്ട് പോവാണ്? ഗ്യാസ് ലോസിലേക്ക് പോവാണ്. പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 3 ഗ്യാസ് ലോസ് ആണ്. 1 ബോയിൽസ് ലോ, 2 ചാൾസ് ലോ, 3 അവഗാഡ്രോസ് ലോ. 3ൻ്റെയും ഇക്വേഷൻസ്, 3ൻ്റെയും എക്സ്പ്രഷൻസ്, 3ൻ്റെയും ഡെഫിനിഷൻസ് എല്ലാവരും പഠിക്കണം. അപ്പോൾ P ഈസ് പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ V ഈസ് പ്രൊപ്പോർഷണൽ ടു 1/P ആണെങ്കിൽ അത് ബോയിൽ നിയമമാണ്. അത് അവിടുന്ന് കിട്ടുന്നൊരു ഇക്വേഷനാണ് PV ഈസ് എ സ്ഥിരസംഖ്യ, PV ഈസ് എ കോൺസ്റ്റൻറ്റ്. അവിടുത്തെ ഇക്വേഷനാണ് P1 V1 = P2 V2. ഇനി ചാൾസ് ലോ ആണെങ്കിൽ എന്താ വരുന്നത്? V ഈസ് പ്രൊപ്പോർഷണൽ ടു T അല്ലേ? അതിൻ്റെ ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വെക്കണം. അവിടെ റിലേഷനാണ്, എക്സ്പ്രഷനാണ് V/T ഈസ് എ കോൺസ്റ്റൻറ്റ്. പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷനാണ് V1/T1 = V2/T2. ഇനി അടുത്തതാണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസിൻ്റെ റിലേഷൻ, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണം.
വി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ. ഇവിടെയും റിലേഷൻ ഉണ്ട്, വി ബൈ എൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അത് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഉദാഹരണങ്ങൾ, ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഓരോ നിയമങ്ങളുടെ അണ്ടറിലും ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ആ ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾ വേണം പഠിച്ചിട്ട് പോകാൻ. പിന്നെ ഗ്രാഫുകളുടെ ഒരു സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ആ ഗ്രാഫുകളിൽ നിന്ന് കണ്ട് പഠിക്കണം കേട്ടോ. പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ദ സൈസ് ഓഫ് ദി വെതർ ബലൂൺസ് ഗോസ് ഓൺ ഇൻക്രീസിങ് ആസ് ദേ റൈസ് എബവ് ദ സീ ലെവൽ. വെതർ ബലൂൺസ് മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ സൈസ് കൂടുന്നു എന്ന് പറയാനുള്ള കാരണം ഇത് ഏത് ലോയുമായി ബന്ധപ്പെട്ടതാണ്? ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ്, ബോയിൽസ് ലോ. അടുത്തത് സൈസ് ഓഫ് എയർ ബബിൾസ് റൈസിങ് അപ്പ് ഫ്രം ബോട്ടം ഓഫ് എൻ അക്വേറിയം. അക്വേറിയത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന കുമിളകളുടെ ബബിൾസിൻ്റെ വലിപ്പം കൂടി വരും. ഇതും ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ചാൾസ് നിയമത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ചാൾസ് നിയമത്തിന് ഉദാഹരണങ്ങളായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന്, ഡ്യൂറിങ് സമ്മർ വെഹിക്കിൾ ടയേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ അറ്റ് ലോ പ്രഷർ. ഈ സമ്മർ കാലങ്ങളിൽ, വേനൽക്കാലത്ത് ലോ പ്രഷറിൽ എയർ ഫില്ല് ചെയ്യാറുണ്ട്. വാഹനങ്ങളിൽ ടയറുകളിൽ എന്ത് ചെയ്യാറ്? എയർ ഫില്ല് ചെയ്യുന്നത് ലോ പ്രഷറിലാണ്. പിന്നെ ലിക്വിഡ് അമോണിയ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്വിക്ലി ദ കണ്ടെയ്നർ ഓഫ് ലിക്വിഡ് അമോണിയ സബ്മേർജ്ഡ് ഇൻ കോൾഡ് വാട്ടർ ഫോർ സം ടൈം ബിഫോർ ഓപ്പണിംഗ്. ലിക്വിഡ് അമോണിയയുടെ ബോട്ടിലുകൾ തുറക്കുന്ന സമയത്ത് കുറച്ച് സമയം തണുത്ത ജലത്തിൽ മുക്കി വെച്ചതിന് ശേഷമാണ് അതിനെ തുറക്കാറ്. അപ്പോൾ ഇതും ഏതുമായി ബന്ധപ്പെട്ടാണ്? ചാൾസ് നിയമത്തിൻ്റെ ഉദാഹരണമാണ്. ഇനി അവഗാഡ്രോ നിയമത്തിൻ്റെ ഉദാഹരണം ബലൂൺ ഊതി വീർപ്പിക്കുന്നത്, അതുപോലെ ഫുട്ബോളിൽ കാറ്റ് നിറയ്ക്കുന്നത്, അതുപോലെ വാഹനങ്ങളിൽ കാറ്റ് നിറയ്ക്കുന്നത്, ടയറുകളിൽ കാറ്റ് നിറയ്ക്കുന്നത്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? അവഗാഡ്രോ നിയമം. വേനൽക്കാലത്ത് വാഹനങ്ങളിൽ ലോ പ്രഷറിൽ കാറ്റ് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ചാൾസ് ലോയാണ്. റെഡിയല്ലേ? ഇത്രയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി ഈ നിയമങ്ങൾ, അതായത് ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. ഇനി നേരെ പോകുന്നത് ഇതിലെ കുറച്ച് ഇക്വേഷൻസ് ആണ്. ഒന്ന്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു NRT. പിന്നെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ P1 V1 ബൈ T1 സമം P2 V2 ബൈ T2. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപകാരപ്പെടും കേട്ടോ. ഇനി ലാസ്റ്റ്ലി നമ്മളിനി പോകുന്നത് മോൾ കോൺസെപ്റ്റിലേക്കാണ്. മോൾ കോൺസെപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം പഠിക്കുന്നത് എന്താണ് മോൾ? മോൾ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ് അല്ലേ? പദാർത്ഥങ്ങളുടെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണെന്ത്? മോൾ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം 6.022 × 10⁻23 കണികകൾ ഉണ്ടായിരിക്കും, പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഈ പാർട്ടിക്കിൾസ് വേണമെങ്കിൽ ആറ്റങ്ങളാവാം അല്ലെങ്കിൽ തന്മാത്രകളാവാം. പിന്നെ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ ടോപ്പിക് ഉണ്ടല്ലോ, മോൾ കോൺസെപ്റ്റ്. ഇവിടെ നമുക്ക് ഈ ടോപ്പിക്കിനെ 3 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യണം. ഒന്ന് ആറ്റം, പിന്നെ മോളിക്യൂൾ, പിന്നെ വോളിയം. ഈ 3 പാർട്ടാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം എളുപ്പമാവുള്ളൂ ഈ ടോപ്പിക്ക്. ആറ്റത്തിൻ്റെ കേസിൽ നമുക്ക് 3 സമവാക്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, മോളുകളുടെ എണ്ണം. മോളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ആണ്. ഇനി ചിലപ്പോൾ ഇവിടുന്ന് ചോദിക്കാം, ഈ ഗിവൺ മാസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? തന്നിരിക്കുന്ന മാസ് എങ്ങനെ കണ്ടെത്താം? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്പർ ഓഫ് മോൾ ഇൻറ്റു അറ്റോമിക് മാസ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഒരൊറ്റ ചോദ്യം കൂടി ഉണ്ട്, ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ N ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ തന്മാത്രകൾ, മോളിക്യൂളിൻ്റെ കേസാണ്. മോളിക്യൂളിൻ്റെ കേസിൽ 3 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അവിടെ അറ്റോമിക് മാസ് ആയിരുന്നു, ഇവിടെ മോളാർ മാസ് ആണ്. ഇനി ഗിവൺ മാസിൻ്റെ ഇക്വേഷൻ എന്താ വരിക? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. ഇനി ഇവിടെ ചോദിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെത്താൻ ചോദിക്കും. മോളിക്യൂൾ, തന്മാത്രകളുടെ എണ്ണം കണ്ടെത്താൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, അവഗാഡ്രോ N ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് ചെയ്താൽ മതി. എത്രയുള്ള അവിടെ. ഇനി വോളിയം എന്ന് പറയുന്ന ടോപ്പിക്കിൽ മോളാർ വോളിയം പഠിച്ചു വെക്കണം, 22.4 STPയിലെ 1 മോൾ ഗ്യാസിൻ്റെ വോളിയം ഓൾവേസ് എത്രയായിരിക്കും? 22.4. അതിനെ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. ഇവിടെ നമുക്ക് 2 സമവാക്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, മോളുകളുടെ എണ്ണം കണ്ടെത്താൻ. എന്താണ്? തന്നിരിക്കുന്ന വോളിയം ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. മോളുകളുടെ എണ്ണം കണ്ടെത്താം. പിന്നെ ഇവിടെ ചോദിക്കാം വ്യാപ്തം കണ്ടെത്താൻ ചോദിക്കാം. റെഡിയല്ലേ? അപ്പം വ്യാപ്തം ഈസ് ഈക്വൽ ടു N ഇൻറ്റു 22.4. അപ്പോൾ ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 8 സമവാക്യങ്ങൾ, 8 ഇക്വേഷൻസ് ഉണ്ട്. ആറ്റത്തിൽ 3 ഇക്വേഷൻസ്, മോളിക്യൂൾസിൽ 3 ഇക്വേഷൻസ്, വോളിയത്തിൽ 2 ഇക്വേഷൻസ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്ന എല്ലാ ന്യൂമറിക്കൽസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് ടോപ്പിക്കാണ് കെമിക്കൽ ഇക്വേഷൻസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. രാസസമവാക്യങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. അത് മക്കളെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കെമിക്കൽ ഇക്വേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ പഠിക്കണം.
അത് പഠിക്കേണ്ട രീതി അത് ബാലൻസ് ചെയ്ത് എഴുതി പഠിക്കണം. എങ്ങനെയാണോ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് അതുപോലെ ആ ഇക്വേഷൻസ് ഞാനൊന്ന് വെർബലായിട്ട് പറയാം. ഒന്ന് N2 + 3H2 gives 2NH3. പിന്നെ രണ്ടാമത്തത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇക്വേഷനാണ് C + O2 gives CO2. ഇനി വാട്ടറിൻ്റെ 2H2 + O2 gives 2H2O. ഇനി മീഥേനിൻ്റെ കമ്പസ്റ്റൻ്റെ ഇക്വേഷൻ CH4 + 2O2 gives CO2 + 2H2O. ഈ സമവാക്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് എഴുതി പഠിക്കണം. അതായത് എങ്ങനെയാണോ ഞാൻ പറഞ്ഞത് അതുപോലെ എഴുതി പഠിക്കുക. ഇനി ഇതിലെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ താഴെ മോളുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ക്രമീകരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ C + O2 gives CO2. സീൻ്റെ താഴത്ത് 1 മോൾ, O2ൻ്റെ താഴത്ത് 1 മോൾ, ഇപ്പുറത്തും 1 മോൾ. C + O2 gives CO2. ഇനി ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറ്. ഇനി അതിന് നമ്മൾ മാസിലും കൂടി ക്രമീകരിക്കണം. സിയുടെ മാസ് 12 ഗ്രാം, O2ൻ്റെ മാസ് 32 ഗ്രാം, CO2യുടെ മാസ് 44 ഗ്രാം. ഇത് ആദ്യം എഴുതി വെക്കുക ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ. അതിനുശേഷമാണ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയിട്ട് അതിലെന്താണോ ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉത്തരം എഴുതണം. ഫോർ എക്സാമ്പിൾ 10 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാൻ എത്ര മോൾ കാർബൺ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയത് പ്രകാരം 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന് 1 മോൾ കാർബൺ വേണം. 10 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന് എത്ര മോൾ കാർബൺ വേണ്ടി വരും? 10 മോൾ. ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. റെഡിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ പാഠം കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ പാഠം. പാഠം പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലെ വിലയിരുത്താം ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ പാഠം നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇതിലെ ചോദ്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഈ മോൾ സങ്കല്പനം, അതുപോലെ രാസസമവാക്യങ്ങൾ, കെമിക്കൽ ഇക്വേഷൻസ്, അതിലെ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ.